ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എഗ് പ്ലാന്റ് കൊണ്ട് ഒരു അറാട്ട് ഐറ്റം ഉണ്ടാക്കിയാലോ. ഞാൻ ഷെഫ് നവാസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു അറബി ഡിഷ് സലാഡ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എഗ് പ്ലാന്റ് നല്ലതുപോലെ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂളയിൽ വെച്ച് ഇത് നല്ലതുപോലെ പൊള്ളിച്ചെടുക്കുക. നമ്മൾ സാധാ അടുപ്പിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ തീ കണലുള്ള നല്ലപോലെ കൂട്ടിയിട്ട് അതിനകത്ത് വെച്ചാലും മതി. നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒരുവിധം കറുത്ത് ഇതായിട്ട് വരും. രണ്ട് സൈഡും നല്ലപോലെ മറച്ച് വെച്ച് കൊടുക്കുക. നല്ല ടൈം എടുക്കും കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യുക, പൊടിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിക്കുക. എഗ് പ്ലാന്റ് എടുക്കുമ്പോൾ കഴിവതും നിങ്ങൾ വലിയ പീസ് നോക്കി എടുക്കുക. വലിയ പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ പീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞു പോകും. ഓക്കെ, ഉണ്ടാക്കി ഗ്രില്ലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇത് ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഇതിൻ്റെ സ്കിന്നെ കംപ്ലീറ്റ് റിമൂവ് ആക്കാം. റണ്ണിങ് വാട്ടറിലാകുമ്പോഴത്തേക്ക് ആ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം അങ്ങ് പൊക്കോളും, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിച്ചിരിക്കും. ഇത് ഓവനകത്തും വയ്ക്കാം. ഓവനകത്ത് 200 ടെമ്പറേച്ചറിലൊരു 30 മിനിറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടും. പക്ഷേ ഇത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻ്റാണ്. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടാവുന്നു വളരെ ശ്രദ്ധിക്കണം. ഞാൻ എഗ് പ്ലാന്റ് ആണ്, പുഴുക്കൾ കാണാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ചെടുക്കുക. ക്ലീനാക്കി നമ്മളൊരു സ്റ്റിന്നറിലത്തേക്ക് ഇടണം. അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ആക്കിയിട്ട് നല്ലതുപോലെ ചെക്ക് ചെയ്ത് അതിൽ പുഴുക്കളൊന്നും ഇല്ലെന്ന് വളരെ ശ്രദ്ധിച്ചോളണം. സ്റ്റിന്നറിലത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു വെള്ളം കംപ്ലീറ്റ് പോയി കിട്ടും. വീടുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞാൽ 2 പീസ് ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ധാരാളം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലൊക്കെ ഇത് അപൂർവമായ ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും എന്താണ് സംഭവം എന്ന്. ബാബ ന്യൂസാണിത്. അങ്ങനെ ഇത് വെള്ളമെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെന്നീ ഒരു കട്ടിംഗ് ബോർഡിലത്തേക്ക് വെച്ചിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് നല്ലതുപോലെ ചോപ്പാക്കരുത്, വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഒരു കട്ടിംഗ് ബോർഡിൽ വയ്ക്കുക, എന്നിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിൽ മിക്സാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒലിവ് ഓയിൽ, പാർസ്ലി, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത്, പിന്നെ അനാറ്, സോൾട്ട്, പെപ്പർ, പിന്നെ മിൻറ്റ്. പിന്നെ ക്യാപ്സിക്കം വേണമെന്നുള്ളവർക്ക് ക്യാപ്സിക്കം ഉപയോഗിക്കാം. ക്യാപ്സിക്കം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഓണിയനും വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഓണിയനോ റെഡോ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഒരു പാത്രത്തേക്ക് ഇതിട്ടതിന് ശേഷം ടൊമാറ്റോ, പാർസ്ലി, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇതിനകത്തിട്ട് എല്ലാം മിക്സാക്കുക. നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ക്യാപ്സിക്കം വേണമെന്നവർക്ക് ഇടാം കേട്ടോ, ഓപ്ഷനാണത്. ഞാൻ ക്യാപ്സിക്കം ഉപയോഗിക്കുന്നില്ല, ഓണിയനും ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ സ്പ്രിംഗ് ഓണിയനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഓണിയനോ റെഡ് ഓണിയനോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കുക. ഒലിവ് ഓയിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ്.
ഒലിവ് ഓയിൽ നല്ലപോലെ ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കുക. ക്യാപ്സിക്കം കൂടെ ഇടുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളായിരിക്കും. ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കുക, അല്ലെങ്കിൽ ലെമൺ സോട്ട് ഇടുക. ഇതിൽ നിന്ന് ചില്ലി ഉപയോഗിക്കുന്നവർക്ക് ചില്ലി ഉപയോഗിക്കാം കേട്ടോ. ഗാർലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക്ക് ഉപയോഗിക്കാം. ഗാർലിക്ക്, ചില്ലി, ഓണിയൻ, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് ഉപയോഗിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക.